ഹലോ വെൽക്കം ടീച്ചേഴ്സ് ഓഫ് PSC. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സ് ഓഫ് PSCയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രധാനപ്പെട്ട ന്യൂസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, ആ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങളത് ഇതിനകം അറിഞ്ഞത് തന്നെയാണ്. പിന്നെ ഒത്തിരി കോളുകൾ വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ എക്സാം, അതായത് RRB റെയിൽവേയുടെ ALP എക്സാം, ഓക്കെ, ALP CBTയുടെ രണ്ട് ഷിഫ്റ്റ്, അതായത് ഇന്ന് നടക്കാനിരുന്ന എക്സാമിന്റെ രണ്ട് ഷിഫ്റ്റും 19/3/2020 നടക്കാനിരുന്ന രണ്ട് ഷിഫ്റ്റുകളും റെയിൽവേ ഒരു മുന്നറിയിപ്പില്ലാതെ ഇന്ന് രാവിലെ എക്സാം എഴുതി വളരെ ദൂരെയൊക്കെ യാത്ര ചെയ്ത് എക്സാം എഴുതാൻ പോയവരൊക്കെ വിഷമത്തിലാക്കിക്കൊണ്ട് രണ്ട് ഷിഫ്റ്റ് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഈ വാർത്ത നിങ്ങൾ രാവിലെ തന്നെ അറിഞ്ഞതാണ്. ഓക്കെ, രാവിലെ തന്നെ അറിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഈ ഇന്നത്തെ എക്സാമിന്റെ ഒന്നാമത്തെ ഷിഫ്റ്റും രണ്ടാമത്തെ ഷിഫ്റ്റും എഴുതാൻ കഴിയാത്തവര് എന്ത് ചെയ്യണ്ട, വിഷമിക്കേണ്ട, പഠനം നിർത്തേണ്ട, ഉപേക്ഷിക്കരുത്, പഠിച്ചോളണം. അതായത് ഡ്യൂ ടു അൺഫോർസീൻ ടെക്നിക്കൽ ഇഷ്യൂസ് ദ എക്സാം ഷുഡ് ഓൺ 19/3/2025 ഷിഫ്റ്റ് 1 and 2 are being rescheduled for centers where exam could not be conducted. Okay, the rescheduled date of examination will be notified shortly. Candidates are advised to regularly check the official websites for the updates. Okay, ഇന്നത്തെ ഈ എക്സാം ആണ് ഇന്നുള്ള 19/3/2025 നടക്കേണ്ടിയിരുന്ന ഷിഫ്റ്റ് 1 and ഷിഫ്റ്റ് 2, ഈ രണ്ട് എക്സാമുമാണ് ഇന്ന് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് രണ്ട് മാത്രമേ ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ. നാളെ എക്സാം ഉള്ളവർ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതും മുമ്പ് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചതിന്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം നാളത്തെ എക്സാം 20/3/2025 എക്സാം, നാളെയും എക്സാം ഉണ്ട്. അപ്പൊ നാളെ എക്സാം ഉള്ളതിനെ പറ്റി, അല്ലെങ്കിൽ നാളെ എക്സാം ക്യാൻസൽ ചെയ്തോ എന്നതിനെ പറ്റി യാതൊരു വിധമായിട്ടുള്ള വാർത്തയും ഇതുവരെയും ഈ ഒരു ടൈം വരെയും വന്നിട്ടില്ല. ഓക്കെ, ഈ ഒരു ടൈം വരെയും വന്നിട്ടില്ല. ഓക്കെ, വരുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഇത് നിങ്ങൾ രാവിലെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് കുറച്ച് താമസിച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വാർത്ത ഒത്തിരി പേര് വിളിച്ച് അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നാളത്തെ എക്സാം ഉള്ളവർ അവരവരുടെ എക്സാം സെന്ററിലേക്ക് പോവുക എന്നുള്ളതാണ്. CBT എഴുതാനായിട്ട് രണ്ട് ഷിഫ്റ്റ് എക്സാമിനെ കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നാളത്തെ എക്സാമിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇന്നത്തെ എക്സാമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവര് പല കാരണങ്ങൾ പറയുന്നുണ്ട്. എക്സാം സെന്ററുമായിട്ടുള്ള ഇഷ്യൂസ്, ടെക്നിക്കൽ എറേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതേപോലുള്ള ഒരു ബോർഡ് കൊണ്ട് ഇത് സെന്ററിൽ പതിക്കുകയാണ് രാവിലെ ചെയ്തത്. വെന്യൂ ഓട്ടെ, ശരവങ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് പതിച്ചതിന്റെ ഒരു നോട്ടീസാണ്. ഇതുപോലെ രാവിലെ കൊണ്ട് പതിക്കുകയോ ചെയ്ത്. ചിലപ്പോൾ നാളെ എക്സാം അല്ലെങ്കിൽ നാളെ ഇതുപോലെ കൊണ്ട് പതിക്കാം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ എക്സാമാണ് ക്യാൻസൽ ചെയ്തത്. നാളത്തെ എക്സാം ക്യാൻസൽ ചെയ്തിട്ടില്ല. ദയവായിട്ട് എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവര് എന്ത് ചെയ്യുക, ആ കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ RRB ടീച്ചറിന്റെ എക്സാം ജൂണിലാണ് അല്ലെ, ജൂണിലാണ് ആ എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. RRB ടീച്ചറിന്റെ ക്ലാസ്സുകൾ PRT, അതുപോലെ തന്നെ TGT, അതുപോലെ തന്നെ PGT. ഓക്കെ, PRT, TGT, എല്ലാ ബാച്ചിന്റെയും എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ 1-2 ദിവസം കൂടെ അഡ്മിഷൻ ഉള്ളൂ. അപ്പൊ അതിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. 599 ആണ് ഫീസ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ബാച്ച് 50% ഓഫർ പ്രകാരം 599 മാത്രമുള്ള ബാച്ച് എന്ന് പറഞ്ഞാൽ ലൈവ് ബാച്ച് ആണ്. ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് പ്ലസ് നിങ്ങളുടെ നോട്ട്സ്, മെറ്റീരിയൽസ് ഫുള്ള് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് നിങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, ഏകദേശം ഒരു 10,000-ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. തരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പൊ ആ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ കാണുന്ന ഈ നമ്പറിലോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ജോയിൻ ചെയ്യുന്നവരെ നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ ഇപ്പം നടക്കാൻ പോകുന്ന KVS എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ NVS നവോദയ വിദ്യാലയ സമിതി വരുന്നുണ്ട്. EMRS ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ എക്സാം വരുന്നുണ്ട്. DSSSB ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് ബോർഡിന്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റോമിക് AES അറ്റോമിക് എനർജി
എഡ്യൂക്കേഷൻ സമിതിയുടെ എക്സാംസും നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഴ്സുകൾ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ക്ലബിന്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സാമിന്റെ ക്ലാസ്സുകളും ഉടനെ തന്നെ അവൈലബിൾ ആവുന്നതായിരിക്കും. അതിന്റെ ഫീസും കാര്യങ്ങളും സ്ട്രക്ചറുകൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ഈ 599 എന്ന് പറയുന്ന റെയിൽവേയുടെ കോഴ്സാണ് ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുള്ള HSA നാച്ചുറൽ സയൻസ് അഡ്മിഷൻ നടക്കുന്നുണ്ട്. 50% ഓഫർ പ്രകാരം 999 ആണ് അതിന്റെ ഫീ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ LP-UPയുടെ ലോങ് ടേം കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. LP-UPയുടെ ലോങ് ടേം കോഴ്സ് 299 ഓൺലി. അത് ഫ്രീ ബാച്ച് ആണ്. ഓൺലി 299 അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ HSAയുടെ ജനറൽ ബാച്ച് 499 ആണ്. അതും 50% ഓഫറോടുകൂടി 499 ആണ്. അപ്പൊ ഇതിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, ഈ നമ്പറിലോ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലോ ഒക്കെ മെസ്സേജ് അയക്കുക, വിളിക്കുക. വാട്സപ്പ് ഈ നമ്പറിലാണുള്ളത് 7736750473. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് സെക്ഷനിലൂടെ സംശയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം. എന്തുണ്ടെങ്കിലും ഈ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ വിളിച്ച് ചോദിക്കാം. അതോടൊപ്പം തന്നെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നിലവിൽ വരാൻ പോകുന്ന എല്ലാ എക്സാമുകളെ കുറിച്ചും ഉള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ CTET എക്സാമും നമ്മൾ ജൂലൈ നടക്കുന്നുണ്ട്. അപ്പോൾ CTETന്റെ എക്സാമും ക്ലാസ്സുകളും ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം വരുന്ന ഈ എക്സാമുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, PRT റെയിൽവേയുടെ PRT TGT PGT കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നുള്ളവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള നാച്ചുറൽ സയൻസ് അഡ്മിഷൻ നടക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ CBTയുടെ ഒന്നും കൂടി പറയുന്നു, നാളത്തെ 20/3/2025 എക്സാംസ് ക്യാൻസൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതില് ഹോൾ ടിക്കറ്റ് വന്നിരിക്കുന്നവര് എന്ത് ചെയ്യുക, എക്സാം സെന്ററിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇതിനകം വൈകുന്നേരത്തിനകം വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ വേറൊരു വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് NCERTയിൽ കുറെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസുകളും കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ CTETനെ കുറിച്ചുള്ളതും KVS, ഏകലവ്യ, NVS ഇതിന്റെയൊക്കെ കറക്റ്റ് സിലബസുകൾ, എക്സാം പാറ്റേണുകൾ, അതിന്റെ തെരഞ്ഞെടുപ്പ് രീതികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളും ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു. എല്ലാവരും ഇത് കഴിവതും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റു കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. എനിവേ, താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.